ഏറാമല പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ റിപ്പയർ ചെയ്യുക എന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വടകര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ 100-ൽ പരം റോഡുകൾ പുനഃസ്ഥാപിച്ച് ടാർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറാമല പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വടകര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തിലധികമായി റോഡുകൾ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. കാലവർഷം കൂടി വന്നാൽ റോഡുകളിലൂടെ നടന്നു പോകാൻ പോലും കഴിയില്ല. പരിസര പഞ്ചായത്തുകളിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം വാട്ടർ അതോറിറ്റി നന്നാക്കിയിട്ടുണ്ട്. ഏറാമല പഞ്ചായത്തിലെ റോഡുകൾ മാത്രം നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 7 ദിവസം കൊണ്ട് പണി ആരംഭിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉപരോധ സമരത്തിൽ പ്രസിഡന്റ് O.K. കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മൂസ M, ജസീല V.K, മെമ്പർമാരായ ബാബു A.K, വിജീഷ് M.K, O.K. ശശികുമാർ, സന്തോഷ് കോറോത്ത, P.T.K സുരേഷ് ബാബു, ഷക്കീല ഈങ്ങോളി, രമ്യ കണ്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി. അതൊന്നും ഈയോട് പറയേണ്ട ആവശ്യമില്ല. ഈക്കൊന്നും അത് അറിയുന്ന കാര്യങ്ങളല്ലേ. ഒരു റോഡ് കുത്തിപ്പൊളിച്ചിട്ടാൽ ഈ മഴക്കാലത്ത് വരാൻ പോകുന്ന ഒരു സ്കൂൾ തുറക്കാൻ പോകുന്നു, മഴക്കാലത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വളരെ വലിയൊരു പ്രയാസമായിട്ട് മാറുന്നില്ലേ. അപ്പോൾ അതൊരു ലാഘവത്തോടു കൂടി അല്ലല്ലോ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ സൂപ്രണ്ടിങ് ഓഫീസറാണ്, എഗ്രിമെന്റ് അതോറിറ്റി എങ്കിലും നിങ്ങൾ MD അറിയിക്കണ്ടേ? സൂപ്രണ്ടിങ് എഞ്ചിനോട് പറയണ്ടേ? ഏറാമല പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇന്ന് വാട്ടർ അതോറിറ്റി EA ഉപരോധിച്ചിരിക്കുകയാണ്. കാരണം ഏറാമല പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം 100ഓളം റോഡുകൾ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. 2.5 വർഷമായിട്ടും പൊട്ടിപ്പൊളിച്ച റോഡുകൾ ഒന്നും തന്നെ നന്നാക്കാനോ ഗതാഗത യോഗ്യമാക്കാനോ ടാറിടാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ പല പ്രാവശ്യം ഞങ്ങൾ ജനപ്രതിനിധികൾ ഇവിടെ അധികാരികളെ വന്ന് കാണുകയും അവരൊക്കെ സമയബന്ധിതമായി പ്രവർത്തനം നടത്താമെന്ന് ഉറപ്പ് നൽകുക എന്നല്ലാതെ ഇതുവരെ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ല. അതുമാത്രമല്ല, ഏറാമല പഞ്ചായത്തിലെ റോഡുകൾ മാത്രമാണ് നന്നാക്കാതിരുന്നത്. ഒഞ്ചിയം പഞ്ചായത്തായാലും ശരി, ചോറോട് പഞ്ചായത്തായാലും ശരി, അഴിയൂർ പഞ്ചായത്തായാലും ആ പഞ്ചായത്തുകൾ ഇതുപോലെ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൊട്ടിപ്പൊളിച്ച മുഴുവൻ റോഡുകളും ടാറിട്ട് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. പൈസ ഇല്ലെങ്കിൽ മറ്റൊരു റോഡുകൾ എങ്ങനെ നന്നാക്കി? പൈസ കൊടുത്തോന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കരാറുകാരൻ എന്ത് ചെയ്ത് വേണ്ടതുപോലെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്മാറിയെന്ന് മാത്രമല്ല, ആ കോൺട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം പറയുന്നത് കോടതിയിൽ കേസ് നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് റോഡ് നന്നാക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം നേരത്തെ ഒഞ്ചിയം പഞ്ചായത്തും ചോറോട് പഞ്ചായത്തൊക്കെ ഇതുപോലെ സമരം ചെയ്തിട്ടാണ് അവർ റോഡുകൾ നന്നാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്താൽ മാത്രമേ ഏറാമല പഞ്ചായത്ത് റോഡുകൾ നന്നാക്കുമെങ്കിൽ അതിശക്തമായ സമരത്തിന് ഞങ്ങൾ ഇനി വരുന്ന ആളുകൾ നേതൃത്വം കൊടുക്കും. JJMന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാ പോവുക. അത് വാട്ടർ അതോറിറ്റി വടകരക്കല്ലാതെ അത് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. അത് JJM ഇംപ്ലിമെന്റ് ഈ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. അത് പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. പിന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് പഞ്ചായത്തിന് ചെയ്യാലോ. റീകൂപ്പ് ചെയ്യാൻ നിങ്ങൾ പിന്നെ വെൻഡർ ആക്കിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിന്, അത് ഞാനന്ന് പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നല്ലോ, സെക്രട്ടറി ആക്കിയിട്ട് അത് പഞ്ചായത്ത് പിന്നെ ചീഫ് എഞ്ചിനീയർ ഓർഡർ ഉണ്ടല്ലോ, ഉണ്ട്, ഓർഡർ ഉണ്ട് ചെയ്യത് പഞ്ചായത്ത്. 10 ശതമാനം കൊണ്ട് നടക്കൂലല്ലോ. 10 ശതമാനം കൊണ്ട് ഇത്രയും 100 കണക്കിന് റോഡുണ്ട്. 10 ശതമാനം കൊണ്ട് ഇതൊക്കെ നടത്താൻ കഴിയും. ടോട്ടൽ എസ്റ്റിമേറ്റ് എടുത്ത് 64 ബാക്കിയുണ്ട്.